ഇതുകൊണ്ടാണ് എന്തൊക്കെ പാടേ ഇന്ന് ഫുൾ വർക്ക് ചെയ്യുന്നു. ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് ഫുൾ ടയോട്ട ഫാമിലി. ഇപ്പോൾ നിലവിൽ നമ്മൾ വർക്ക് എടുക്കുന്നത് ഇന്നോവയാണ്. ഇന്നോവൻ്റെ കംപ്ലൈൻറ്റ് വാട്ടർ പമ്പ് പോയതാണ്. കണ്ടാ വാട്ടർ പമ്പ് ഈ ലെവലിൽ പോയിട്ടുണ്ട്. ആകെ പൊളിഞ്ഞ് പരിപ്പയിക്കുന്നുണ്ട്. പുതിയ വാട്ടർ പമ്പ് കസ്റ്റമറിന് ടി വി എസിന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും വാട്ടർ പമ്പ് കാര്യങ്ങൾ മാറ്റണം. വാട്ടർ പമ്പ് അയക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈമിംഗ് സൈഡ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യണം. അതെല്ലാം സെറ്റായി കിടക്കണം. ഒരു വ്യത്യാസത ഷോക്ക് അബ്സർ ബെൻഡായിട്ട് കണ്ട തട്ടിയതാണ്. വേറൊരു വ്യത്യാസം സസ്പെൻഷന് ഫുള്ള് സസ്പെൻഷൻ്റെ ബുഷ് കാര്യങ്ങളെല്ലാം. വേറൊരു വ്യത്യാസം ക്ലച്ച് ഡിസ്ക് എന്തായാലും ഗിയർ ബോക്സ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യണം. ഓക്കെ, എന്തായാലും സെറ്റാക്കി കൊടുക്കണം. ഷോക്ക് അബ്സർ ഇതൊക്കെ നമ്മൾ ബെയറിങ് ഇടാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നോവൻ്റെ വാട്ടർ പമ്പ് ഫിറ്റാക്കി കഴിഞ്ഞു. ടൈമിങ് സംഭവങ്ങളൊക്കെ വെച്ചു, ടൈമിംഗ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഫുൾ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുക. ഓക്കെ, കഴിഞ്ഞതിന് ശേഷം കൂളറ്റ് ഒഴിക്കണം, സ്റ്റാർട്ടാക്കണം. അപ്പോൾ നമ്മൾ ഇന്നോവൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പുതിയ വാട്ടർ പമ്പ് മാറി ഫുള്ള് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. വാട്ടർ പമ്പ് മാറാൻ ടൈമിംഗ് സൈഡ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യണം. എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയും പഴയ വാട്ടർ പമ്പ് കണ്ടാൽ വാട്ടർ പമ്പ് ലീക്കായിട്ട് വന്നതാണ്. ഓക്കെ, ഏതായാലും സെറ്റ് ആക്കിയിട്ടുണ്ട്.